ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 6-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനമസ്തഥാ മദ്ഭാവാ മാനസാ ജഗദാ യേഷാം ലോക ഇമാ പ്രജാ. ഇവിടെ കുറെ റെഫറൻസുകളാണ്. മഹർഷയ, മഹർഷിമാര്. എത്ര പേര്? സപ്ത, 7 മഹർഷിമാര്. അങ്ങനെയാണല്ലോ പറയാ നമ്മള്. പൂർവേ, പുരാതന കാലത്ത് ആദിയിലുള്ള 4 ചത്വാര മാനവ, മനുക്കൾ. 4 മനുക്കള്, 7 ഋഷിമാര്. മനുഷ്യവർഗത്തിന്റെ ആദി പിതാമഹന്മാര്, പിതാക്കൾ എന്നൊക്കെ പറയുന്നത് മനു ആണ്. ആ മനുവില് 4 പേരുടെ പേര്. തഥാ, അതുപോലെ, മദ്ഭാവ, എന്റെ ശക്തിയിൽ നിന്നുള്ളവര്, മാനസ, മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചവര്, ഇത് പണ്ടേ ഉള്ളവരാണ്. അതുപോലെ എന്റെ മനസ്സിൽ നിന്നുള്ളവര്, ജാതാഹ, ജനിച്ചവര്, യേഷാം, അവരിൽ നിന്ന്, ലോകേ, ലോകത്തിൽ, ഇമാഹ, ഈ, പ്രജാഹ, എല്ലാ ജീവജാലങ്ങളും. അപ്പൊ പണ്ടത്തെ കാര്യങ്ങളും പറഞ്ഞു, ഇപ്പോഴത്തെ ആൾക്കാരും പറഞ്ഞു, എന്നിൽ നിന്നുണ്ടായവര് പറഞ്ഞു, പഴയ 7 ഋഷിമാരുടെയും 4 മനുക്കളുടെയും ആദിയിലുണ്ടായ 7 മഹർഷിമാരും 4 മഹാത്മാക്കളുടെ മനുക്കളും, ഇവരുടെയൊക്കെ ഉത്ഭവത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ ക്രമത്തില് എല്ലാ ഗുണങ്ങളും അവരിൽ നിന്നുള്ളതൊക്കെ നമ്മളിൽ കിട്ടുന്നത് പോലെ. അതാണ് നേരത്തെ പറഞ്ഞത്. 4ലും 5ലും പറഞ്ഞതാണ്. എവിടുന്നാണോ തുടങ്ങിയത് അവരിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ, അത് ഗുണമായാലും ദോഷമായാലും. ആരൊക്കെയാണ് ഈ 7 ഋഷിമാരെന്ന് പറയണോ? മാരീചി, അത്രി, അംഗീരസ്, പുലസ്ത്യ, പുലഹ, കൃതു, വസിഷ്ഠൻ. 7 പേരായെന്ന് തോന്നുന്നു അല്ലെ? ഓർഡർ തെറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സാധാരണ. ഒന്ന് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ മാരീചി, അത്രി, അംഗീരസ്, പുലസ്ത്യ, പുലഹ, ക്രതു, വസിഷ്ഠൻ. 7 പേര്. ആ 7 പേരും വിവിധ മന്വന്തരങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ. അതാണ് ചത്വാര, 4 മഹാത്മാക്കള്. അവര് സനകനാന്ന് നമുക്കറിയാം, സനന്ദനാണെന്നറിയാം, സനാതന ആണെന്നറിയാം, സനത് കുമാരൻ. ഇതൊക്കെ സാ തുടങ്ങുന്നവരാണ്. നായും സായും ഒക്കെ അതിനകത്ത് കോമൺ ആണ്. ക, അന്തന, തന, കുമാരഹ എന്ന് പഠിച്ചാൽ ബാക്കി എളുപ്പ. അങ്ങനെ പഠിച്ചത് ഞാനൊക്കെ. അപ്പൊ ഈ 4 കുമാരന്മാരും ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നിത്യബ്രഹ്മചാരികളും പരമജ്ഞാനികളും ഒക്കെ ആയിട്ടുള്ളവരാണ്. ആ മനുക്കള് ഏത് മനുഷ്യവർഗത്തിന്റെ പിതാമഹങ്ങളായാലും നമ്മുടെയൊക്കെ പൂർവികന്മാരെ നോക്കി അവരിലെത്തണം. അതുകൊണ്ടാണ് വൈവസ്വത മനു എന്ന് പറയുന്നത്. വൈവസ്വതമൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക എല്ലാ ശ്ലോകങ്ങളും. ഈ പൂജക്ക് ചെയ്യുന്ന സമയത്ത് വൈവസ്വത മനു എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അത് ഇതുകൊണ്ടാണ്. പിന്നെ മനസാ ജാതാഹ, ഇങ്ങനെ മനസ്സുകൊണ്ട് ഗഹനമായി ആലോചിച്ച് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും എന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതാണ് ദൈവസങ്കല്പമായാലും ദൈവചൈതന്യമായാലും ദൈവേച്ഛയായാലും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇവയിലൊക്കെ ഉത്ഭവം എവിടെയാന്ന് വെച്ചാൽ അവിടെയൊക്കെ പോവാം. ആ യോഗമാണ് വിഭൂതി യോഗത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ യോഗത്തിൽ പോവാണ്. എവിടത്തേക്ക്? നമ്മുടെ പൂർവികന്മാരിലേക്ക്, നമ്മുടെ പഴയ കൾച്ചറിലേക്ക്. അപ്പൊ ജ്ഞാനത്തിന്റെ ഉറവിടം തപ്പി നോക്കി ഭഗവാൻ, ധർമ്മത്തിന്റെ ഉറവിടം തപ്പി നോക്കി, മനുഷ്യവംശത്തിന്റെ ഉറവിടവും ഇപ്പൊ തപ്പി നോക്കുകയാണ്. അങ്ങനെ ഓരോ ക്രമത്തില് അഹം സർവസ്യ പ്രഭവ എന്ന് പറയാൻ പോകുന്നുണ്ട് ഭഗവാൻ. 8ാമത്തെ ശ്ലോകത്തിലാണെന്നല്ലോ, 8ഓ 9ഓ ഒക്കെ അല്ലെ. എല്ലാറ്റിന്റെയും ഉറവിടം ഞാൻ തന്നെയാണെന്ന് പറയാണ്. അത് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി ഓരോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് അവസാനം അഹം സർവസ്യ പ്രഭവ, ഞാനാണ് എല്ലാത്തിന്റെയും. ഒരു സൃഷ്ടി ഒരു ബൈ ചാൻസ് ആക്സിഡന്റൽ ആയിട്ട് ഉണ്ടായിട്ടുള്ളതല്ല, ഇവിടെ യാദൃശ്ചികമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. ദൈവിക ബുദ്ധിയുടെ ഒരു പ്രകടനമാണ്. വേണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ 7 മഹർഷിമാരും അങ്ങനെയാണ്, എല്ലാ മനുക്കളും അങ്ങനെയാണ്, ഭഗവാനും അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം മക്കളായിട്ട് നമ്മൾ കാണുകയും മഹത്തായ ഋഷി പരമ്പരയുടെ അവകാശികളായിട്ടും കാണേണ്ടതല്ല. കാരണം അത് അങ്ങനെ ആക്സിഡന്റലായിട്ട് പറ്റുന്നതാണ് ജന്മം. നമ്മുടെയൊക്കെ ഋഷിമാരുടെ അങ്ങനെയല്ല, ജ്ഞാനം അങ്ങനെയല്ല, ധർമ്മം അങ്ങനെയല്ല, സനാതന പാരമ്പര്യവും അങ്ങനെയല്ല. ഭാരതീയ സംസ്കാരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇത് വേണമെന്ന് വിചാരിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയാൻ പറ്റുന്നത് എവിടെ ആവശ്യമുണ്ടോ ആ സമയത്തേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 16 ലക്ഷം കൊല്ലത്തിന് കഴിഞ്ഞിട്ട് പിന്നെ 12 ലക്ഷം കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃതയുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്ക് ലക്ഷക്കണക്കിന്
വ്യത്യാസമുണ്ട്. 8 ലക്ഷം കഴിഞ്ഞ് പിന്നെയും 12 ലക്ഷം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. 16 ലക്ഷം കഴിയുമ്പോഴാണ് വരുന്നത്. രാമൻ കഴിഞ്ഞിട്ട് അത്രയും കാലം കാത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആവശ്യമുള്ളപ്പോഴേ വരാറുള്ളൂ. അതുകൊണ്ട് ഇടക്കിടക്ക് പ്രസവിക്കുന്നതല്ല ഇതൊന്നും. 7 മഹർഷിമാരും സനാതനന്മാരും ഒക്കെ വന്നു നോക്കിയിട്ടൊക്കെ പോവും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഏത് സമയത്ത് വരണം, ഋഷിമാരുടെയും മനുക്കളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഭഗവാനാണ്. സകല രാശികളുടെയും അത്യന്തികമായ ഉറവിടം എന്ന് പറയുന്ന ഭഗവാൻ എന്ന് പറയുന്ന ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തുന്ന വ്യക്തിയിൽ നിന്നാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനാണ് ഈ ഒരു 10-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു വിവരണമായിരുന്നു 6-ാമത്തെ ശ്ലോകം വരെ. അതായത് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രമേ വരുള്ളൂ, വേണമെന്ന് വെച്ചിട്ടുള്ള സൃഷ്ടികളാണ് ഇതെല്ലാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവരണങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെ, കോൺഷ്യസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥതലത്തിലേക്കാണ് നമ്മൾ പോകുന്നതും. പഠിക്കാൻ കൂടുതൽ ആഗ്രഹത്തോടു കൂടി 7-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോ വികമ്പേന യോഗേന യുജ്യതേനാത്ര സംശയഃ. ഡിക്ലറേഷൻ അതൊക്കെ. വേത്തി, അറിയുന്നു, തത്വതഃ, യഥാർത്ഥമായിട്ട്, തത്വരൂപത്തില്, തത്വസ്വരൂപത്തില്, സഹ അവൻ, അവികമ്പേന, അചഞ്ചലമായ, കുലുങ്ങാത്ത, യോഗേന, യോഗത്തിലൂടെ, ഭക്തിയിലൂടെ, യുജ്യതേ, യോജിക്കുന്നു എന്നാണ്, എന്നിലേക്ക് ലയം പ്രാപിക്കുന്നു. ന അത്ര, അതിലില്ല, എന്തില്ല, സംശയ, ഒരു സംശയമില്ല, ഒരു സംശയവുമില്ലാതെ എന്നിൽ യോജിക്കാൻ സാധിക്കുന്നു. എങ്ങനെയുള്ള ഏതാം വിഭൂതിം, ദൈവികമായ മഹിമകളെ, വിഭൂതികളെ, ദൈവശക്തികളെ, യോഗശക്തികളെ ചാന്ന് ചേർത്തുണ്ട്. കൂടാതെ മമഹ, എന്റെ ഈ ഒരു രൂപത്തെ ആരാണോ അറിയുന്നത്, യ മമ യ വേത്തിഹി എന്നാണ്. ആരാണോ എന്റെ രൂപത്തെ അറിയുന്നത്, ഞാൻ ഈ ഒരു രൂപത്തിൽ ഇവിടെ വന്നത് ഈശ്വരന്റെ ഭാവത്തിൽ, ഭഗവാന്റെ ഭാവത്തിൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ, നിന്റെ തുടക്കവും എന്റെ തുടക്കവും ലോകത്തിന്റെ തുടക്കവും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരു അചഞ്ചലമായ ഭക്തി യോഗം ആണ് വിഭൂതി യോഗം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മൾ വിഭൂതിയായിട്ട് മാറും. അതാണ് ഈ വിഭൂതി യോഗത്തിന്റെ ഗുണം. നമ്മൾ ഭഗവാനിലേക്ക് ലയം പ്രാപിച്ച് നമ്മളെയൊക്കെ പൊടിച്ചടിച്ചിട്ട ഒരേ പൊടിയാണ്. ഞാൻ എന്നുള്ള ഭാവമൊന്നുമില്ല. പിന്നെ ആ മഹിമ നമ്മൾ അടിയറവ് പറഞ്ഞ് എവിടെ എത്തുന്നോ ആ ഒരു ഗ്രാസ് എന്ന് പറയുന്ന ലെവലിലേക്ക് 1 മുതൽ 6 വരെ മഹിമ പറഞ്ഞു. ഇനി പറയുന്നത് ഇത് ഞാനാണ് എന്ന് നീ മനസ്സിലാക്കും. ഇത്രയും സമയം പറഞ്ഞല്ലോ ഞാൻ. ഇത് ഏത് ഭക്തനും അറിയുന്നത് അയാൾക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ഇത് ഞാനാണ്. വിഭൂതിയും യോഗവും ചേർന്നിട്ടുള്ളതാണ് വിഭൂതി യോഗം. അതാണ് അറിയേണ്ടത്. ഭഗവാന്റെ മഹിമയുടെ പ്രകടനങ്ങള്, അത് സൂര്യന്റെ പ്രകാശം, ഗംഗയുടെ വിശുദ്ധി, ഹിമാലയത്തിന്റെ മഹത്വം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. മഹാജ്ഞാനികളുടെ ജ്ഞാനം, മഹാവീരന്മാരുടെ ധൈര്യം, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ. ഇവയെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. അത് യോഗമാണ്. എന്ത് യോഗം? ഭഗവാന്റെ അനന്തമായ ഒരു സൃഷ്ടിയുടെ ശക്തിയുടെ ഒരു പരമ്പരയിൽ നമ്മൾ കാണുന്ന പരമസത്ത എന്ന് പറയുന്ന അനന്തമായ രൂപങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് തത്വതഃ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട വാക്കാണിത്. വെറുതെ കേൾക്കുന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഡിക്ലറേഷനാണ്. വെറുതെ വായിക്കുന്നതല്ല. അങ്ങനെ വായിച്ചാൽ പോരാ. തത്വതഃ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട എസൻസ്, അബ്സ്ട്രാക്ട്, സിനോപ്സിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണിത്. ഇതിൽ പ്രകാശവും ശക്തിയും ഭഗവാന്റെ ഒരു ചെറിയ വിഭൂതിയാണ്. അത് നമ്മൾ തത്വതഃ അറിയുക, തത്വതഃ അറിയുക എന്ന് പറയാമെങ്കിൽ സംസ്കൃതവും മലയാളം കൂടി ചേർത്ത് പറയാം. അത് നമ്മള് അവികമ്പേന യോഗേനഹ എന്ന് പറയുന്ന പോലെയാണ് ഈ ശ്ലോകത്തിന്റെ തത്വം എന്ന് പറയുന്നത്. ഒരു കുലുക്കില്ലാണ്ട് യോഗേന, കുലുക്കില്ലാണ്ട് വിജയം വരും. പരാജയം വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും
ഒക്കെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഭക്തി അചഞ്ചലമാവുകയും ഞാൻ കാണുന്ന എല്ലാ മഹിമകളുടെയും ഉറവിടം ഒന്നാണെന്ന് ഭഗവാൻ നമുക്ക് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു തരാണ്. ഇതാണ് വിഭൂതി യോഗത്തിന്റെ ലക്ഷ്യം. ഇത് വലിയൊരു ഡിക്ലറേഷൻ ആണ് ഭഗവാന്റെ. വീത്തി തത്വതഃ എന്ന് പറയും, ഇൻ പ്രിൻസിപ്പിൾ അറിയണം അല്ലെ, തത്വത്തിൽ നമ്മൾ അത് മനസ്സിലാക്കണം, വാക്കുകൾക്കപ്പുറമുള്ള കോംപ്രിഹെൻഡ് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കണമെന്ന് ഭഗവാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ് നമ്മളോട്. ഇങ്ങനെ തന്നെയാണ് എന്നെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞാല് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ വലിയ ഡിക്ലറേഷൻ ആണ്. അതാണ് ഒരു പ്രവാഹം പോലെയാണ്. ഒന്ന്, എന്റെ പരമവചനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നാണ് ആദ്യം പറയുന്നത്. നമ്പർ 1 അതാണ്. നമ്പർ 2, ദേവന്മാർക്കും അവരുടെ ആദി അറിയില്ല എന്നാണ്. മൂന്നാമത് പറയുന്നത്, അനാദിയായിട്ട് അറിയുമെന്ന് വിചാരിക്കുന്ന കുറെ അറിയുന്നവരുണ്ടല്ലോ, അവരൊക്കെ മോചിതരാകാൻ സാധ്യതയുണ്ടെന്നാണ്. നാലാമതും അഞ്ചാമതും പറയുന്നത് എല്ലാ ഗുണങ്ങളും എന്നിൽ നിന്ന് വരുന്നു എന്നാണ്. 4ഉം 5ഉം അതാണ്. ആറാമത് പറയുന്നത് മഹർഷിമാരും മനുക്കളും എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ്. ഏഴാമത് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അറിയുന്നവൻ അചഞ്ചല ഭക്തി പ്രാപിക്കും, ഈശ്വരനിലേക്ക് നേരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ ഭഗവാന്റെ മഹിമ അറിയുന്നവന്, ഭക്തിയെ അറിയുന്നവന്, അനുഭവങ്ങളിൽ ഉയർന്നു പോകാൻ സാധിക്കുന്നവന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിസ്ഡം വിത്ത് എക്സ്പീരിയൻസ് എന്നാണ്. എക്സ്പീരിയൻസിന് ശേഷം വരുന്ന വിസ്ഡം അല്ലാതെ, അത് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വിഭൂതി യോഗം. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ. വളരെ ഒരു ഡിക്ലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ സനാതന സംസ്കാരത്തിൽ വിഷ്ടമുള്ളവര്, വിജ്ഞാനമുള്ളവര് തന്നെ അറിവ് പകർന്നു കൊടുക്കുന്നത്. അവരുടെ അനുഭവത്തിൽ നിന്നുള്ള അറിവ് പകരുമ്പോൾ, എക്സ്പീരിയൻഷ്യൽ നോളജ് കൊടുക്കുമ്പോൾ മാത്രമേ അത് വിഷ്ടമാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ശരിക്കും വിഷ്ടത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെ. നമുക്ക് അങ്ങനെ വിഷ്ടമുള്ള, അനുഭവജ്ഞാനമുള്ള, എക്സ്പീരിയൻഷ്യൽ നോളജ് ഉള്ള ഒരു ഗുരുവിനെ കിട്ടി എന്നുള്ളത് ഭഗവാന്റെ കൃപയായിട്ട് കരുതുകയാണ്. ഭഗവത്ഗീത 10ാം അധ്യായം വിഭൂതി യോഗത്തിലെ 8ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധഭാവ സമന്വിതാം. അഹം, ഞാൻ, സർവസ്യ, എല്ലാറ്റിന്റെയും പ്രഭവ, ഉറവിടമാവുന്നു. ഞാനാണ് എല്ലാത്തിന്റെയും. അപ്പൊ ഈശ്വരൻ ഞാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എവിടെയാണോ ഒറിജിൻ? എന്നിൽ നിന്നാണ് സർവവും പ്രവർത്തതേ, പ്രവർത്തിക്കുന്നത്, വികസിക്കുന്നത്, വളരുന്നത്, ഒഴുകി വരുന്നത് എന്നിൽ നിന്നാണ്. ഇതി, ഇപ്രകാരം, മത്വാ, അറിഞ്ഞ് മനസ്സിലാക്കി, ഭജന്തേ, ആരാണോ ഭജിക്കുന്നത്, ആരാധിക്കുന്നത്, മാം, എന്നെ, ആരൊക്കെ? ബുധാഹ, ജ്ഞാനമുള്ളവരെ, വിവേകികള്, വിവേചന ബുദ്ധിയുള്ളവരെ, ഭാവസമന്വിതാഹ, ആഴമായ ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭാവ സമന്വിതാഹ, ഇതൊക്കെ കൂട്ടിച്ചേർന്നിട്ട് എന്ത് ചെയ്യും? എന്റെ കൂടെ നടക്കും. ഇപ്പൊ ഭഗവാൻ എല്ലാത്തിന്റെയും കാരണക്കാരനാണ്. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ആഴമായ ഭക്തിയും മനസ്സും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരാധനയില് നമ്മൾ പെട്ടുപോവാണ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ചാടി പുറത്തു വരാൻ പറ്റില്ല. അതൊരു വലിയൊരു ആഴിക്കടൽ പോലെയാണ്. അതിൽ ഒരു പെട്ട് കഴിഞ്ഞാൽ ആ വിഭൂതി യോഗത്തിന്റെ ഏറ്റവും ഹൃദയ ശ്ലോകം എന്ന് പറയുന്ന ശ്ലോകങ്ങളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വപ്രഖ്യാപനം ഇതാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. ശ്ലോകം മുഴുവൻ 10ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അഹം സർവസ്വപ്രഭവ, ഒറ്റ വാക്ക് മതി. ഇത് മാത്രം ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, അഹം സർവസ്വപ്രഭവ, എല്ലാറ്റിന്റെയും ഉറവിടം ഞാനാണെന്ന്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രപഞ്ചം ഞാനാണ്, ജീവജാലങ്ങൾ ഞാനാണ്, ജ്ഞാനം ഞാനാണ്, ശക്തി ഞാനാണ്, പ്രകൃതി ഞാനാണ്, ടൈം ആൻഡ് സ്പേസ് ഞാനാണ്. ഇനി ഇതൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന നിയമങ്ങളോ, അതും ഞാൻ തന്നെയാണ്. അതിന്റെ കുറെ ശാഖകളാണ്. ഒരു വിത്ത് ഒരു വൃക്ഷമായി മാറുന്ന സമയത്ത് നമ്മൾ ഒരു ആൽമരം നോക്കിക്കഴിഞ്ഞാൽ ശാഖകളുണ്ട്, ഇലകളുണ്ട്, അല്ലെങ്കിൽ വലിയ മരങ്ങൾക്കൊക്കെ പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ആ വിത്ത് അനന്തപ്രപഞ്ചം എന്ന് പറയുന്ന അതിന്റെ വിത്ത് എന്ന് പറയുന്നതാണ് മത്തഹ സർവം പ്രവർത്തതേ, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ആണ് ആ വിത്ത്.
സൂര്യൻ പ്രകാശിക്കുന്നതായാലും കാറ്റ് വീശുന്നതായാലും ഭൂമി ചുറ്റുന്നതായാലും ജീവൻ നിലനിൽക്കുന്നതായാലും ഒക്കെ സൃഷ്ടിയും സ്ഥിതിയും ലയവും ഒക്കെ ഭഗവാനിൽ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇതി മത്വ, ഇത് സത്യം അറിഞ്ഞ് മനസ്സിലാക്കണം എന്നാണ്. ഭജന്തേ മാം, ഈ സത്യം അറിഞ്ഞിട്ട് ഭജന്തേ മാം, നിങ്ങൾ എല്ലാവരും. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. അറിവ് എവിടെയാണ് ഭക്തിയിലേക്ക് എത്തുക എന്ന് ചോദിച്ചാൽ ഈ അറിവ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഭക്തിയാണ്. ഒരു മനുഷ്യനെ കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് ഭക്തി തോന്നുള്ളൂ. അത് ആരോടായാലും അങ്ങനെയാണ്. സ്നേഹം തോന്നുന്നതും അറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. ഭക്തിയിൽ നിന്ന് അറിവുണ്ടാവണം. പിന്നെ ആ അറിവിനെ ഭക്തിയാക്കിയിട്ട് മാറ്റണം. അപ്പൊ അചഞ്ചലമാണ്. ഭക്തി മാത്രം ഉണ്ടായിട്ട് അറിവില്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വിശ്വാസം ഇല്ലാണ്ടാവും, ഭയം മാത്രവും. അത് ഏത് പ്രപഞ്ചം അത്ഭുതകരമാണ് നമ്മൾ പറയുന്ന സമയത്ത് ഏത് ശാസ്ത്രജ്ഞനും പറയാറുണ്ട് പ്രപഞ്ചം അത്ഭുതകരമാണ്. ആ പ്രപഞ്ചത്തിന് പിന്നിലെ സൃഷ്ടികർത്താവോ അതിലും വലിയ അത്ഭുതമാവണ്ടേ. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ബുധാഹ എന്നാണ്. ബുധൻ അത് പുസ്തകജ്ഞാനം കൊണ്ടല്ല, സത്യത്തെ തിരിച്ചറിയുന്നവനാണ് ബുധൻ, അറിവുള്ളവനാണ്. ഭാവസമന്വിതാഹ എന്നാണ്. ഭാവവും സ്നേഹവും കൂടി ചേരണം എന്നാണ്. ഭാവം എന്ന് പറയുന്നത് ജ്ഞാനവും ഭക്തിയും ഒന്നിക്കുന്നത് പോലെയാണ്. ഏത് ഭാവത്തിലാണ്? സ്നേഹത്തിന്റെ ഭാവം, ഭക്തിയുടെ ഭാവം, ആത്മസമർപ്പണത്തിന്റെ ഭാവം, അതാണ് ആ ഭാവം. അവിടെ ഭാവസമന്വിതാഹ എന്ന് പറയുമ്പോൾ ഭാവം, ഭക്തി, സ്നേഹം, ജ്ഞാനം ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. ഇതൊരു മഹാസൂത്രമാണ്. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തിയാണ് എന്ന് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജ്ഞാനത്തിൽ നിന്ന് ഭക്തി, ഭക്തിയിൽ നിന്ന് ജ്ഞാനം. അതൊരു സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ജ്ഞാനം കൂടുമ്പോൾ ഭക്തി കൂടും, ഭക്തി കൂടുമ്പോൾ അറിയാനുള്ള അറിവും കൂടും. ഇപ്പൊ ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കണമെങ്കിൽ അയാളോട് ഭക്തി വേണം, എങ്കിലേ പറയുന്നത് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ആ ഒരു രൂപത്തില് ജ്ഞാനം കൂടും, ഭക്തി കൂടും, ഭക്തി കൂടും, ജ്ഞാനം കൂടും. ഇതൊരു സർക്കിളാണ്, അതിൽ പെടുകയാണ്. അപ്പൊ ജ്ഞാനപൂർണമായ ഭക്തിയാണ്. അങ്ങനെയാണ് ആ വാക്ക് പറഞ്ഞത് നല്ലത്. ജ്ഞാനപൂർണമായ ഭക്തി. യഥോ വാ ഇമാനി ഭൂതാനി ജയന്തി. ഏതിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്നുവോ അതാണ് പരമമായ ബ്രഹ്മം, തത്വം എന്ന് പറയാണ്. അങ്ങനെ ലോകത്തെ വിവരിക്കാനും ലോകത്തെ കാണാനും ഉറവിടം ഏതാണോ അതിൽ സ്നേഹം വരുമ്പോ അങ്ങനെ ദൃഢമായ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കുകയാണ് ഭഗവാനുമായിട്ട്. അഹം സർവസ്വപ്രഭവ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇതാണെന്ന് പറയണം. മത്ത സർവം പ്രവർത്തതേ, എല്ലാം എൻ്റെ കൈകൾ കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ഗാഡ്ജറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന മാനുവലും അതിൽ തരുന്ന സോഴ്സ് എനർജിയുമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ വെറും എക്യുപ്മെന്റ്, അതിൽ കൃത്യമായിട്ടുള്ള എഫിഷ്യൻസി ഇല്ലാണ്ട് വർക്ക് ചെയ്യും. ലോ വോൾട്ടേജിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ. ഫുൾ കുറച്ച് ഭക്തിയേ ഉള്ളൂ, കുറച്ച് ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുക. ഫുൾ എഫിഷ്യൻസി ഒന്നും എത്താൻ സാധിക്കില്ല. നമുക്ക് ഫുൾ എഫിഷ്യൻസി വേണോ? പൂർണ്ണമായ ഭക്തിയോടുകൂടിയ ജ്ഞാനം, ജ്ഞാനത്തോടു കൂടിയ ഭക്തി, അങ്ങനെ രണ്ടു വേണമെങ്കിലും പറയാം. അങ്ങനെ ആവണം എന്നാണ് ഭഗവാൻ ഡിക്ലെയർ ചെയ്തത്. വളരെ മനോഹരമായിട്ട് എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് എത്ര അറിവുണ്ടെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനുള്ള കഴിവില്ലാതെ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു വിവരണമാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. ആ ഒരു ലോ വോൾട്ടേജിൽ അല്ലെ പൂർണ്ണമായ ഭക്തിയും ജ്ഞാനവും സമന്വയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകൾ ജനങ്ങളിൽ എത്തുകയുള്ളൂ, അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ വിസ്റ്റം നേടിയ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് അറിവ് നേടാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട്, ഭഗവത് അനുഗ്രഹമായിട്ട്. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ട് ലക്ഷ്മി മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പറയണതാണ്. അയ്യോ അല്ല, അല്ല, ഒരുപാട് അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇത് കേൾക്കുന്നത്. കാരണം അഹം സർവസ്യ പ്രഭവം എന്ന് പറയുന്നതിൽ ഒറ്റ വരിയിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. 10ാം അധ്യായത്തിൽ ഡിക്ലറേഷൻ. രാമകൃഷ്ണ മഠത്തില് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സ്വാമിജി നിലമ്പൂരിൽ നിന്ന് ട്രെയിനിൽ എന്റെ തൊട്ട് മുന്നിലെ സീറ്റിലാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, രാമകൃഷ്ണ മഠത്തിലാണോ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 20 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മയൊന്നുമില്ല. അപ്പൊ പറഞ്ഞു വന്നപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോ ഞാൻ പലതും ചെയ്യണം, ഇങ്ങനെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഇത് കാണിച്ചു, അയ്യോ ഇത് സ്ഥിരം ഞാൻ കാണുന്നുണ്ട്, അത് ഈ ഡോക്ടർ TPS ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പണ്ട് കണ്ടു, പക്ഷെ ആ ആളാണ് ഈ ഞാൻ, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറേ പേര് കേൾക്കുന്നുണ്ട് ലക്ഷ്മി, അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഇദ്ദേഹമൊക്കെ വളരെ സീനിയർ, 82 അറിവും ജ്ഞാനവും കൂടി 82 years.
82 ഇയേഴ്സ് ഉള്ള സ്വാമിയാണ്. അതെ 82 വയസ്സായി. അദ്ദേഹം ഈ ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ വലിയ അനുഗ്രഹമായിട്ട് തോന്നി എനിക്ക്. ഭഗവാന്റെ അനുഗ്രഹം അങ്ങയുടെ അനുഗ്രഹമാണ്. കാര്യം അങ്ങ് പറഞ്ഞതുപോലെ ജ്ഞാനം കൂടുന്നതനുസരിച്ച് ഭക്തി കൂടും, ഭക്തി കൂടുന്നതനുസരിച്ച് ജ്ഞാനം കൂടും. ഇത് രണ്ടും കൂടി സമന്വയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുകി വരുന്നത് ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ്. ഭഗവത് അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മളിത് കേൾക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് എപ്പോഴും ഈ ഒരു ക്ലാസ്സുകളിൽ ഞാൻ അനുഭവിക്കുന്നത്. പ്രേക്ഷകർക്കും അത് അനുഭവിക്കുന്നുണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. മനോഹരമായിട്ടായിരുന്നു ആ വിവരണം. അടുത്തത് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 9-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതും ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യമാണ്. ഭക്തരെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകം തന്നെയാണ്. ഭഗവാൻ തുടരുകയാണ്. മച്ചിത്താ മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. ഇത് ഇങ്ങനെ അർപ്പിച്ചിട്ട് ഭക്തിയും ജ്ഞാനവും ഒക്കെ കിട്ടിയാല് നമുക്കൊരു സന്തോഷമൊക്കെ തോന്നണ്ടേ? അതാണ് ഭഗവാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. തുഷ്യന്തി എന്നാണ് ഇതില് ആ വാക്കാണ്. ഞാനൊരു വാക്കെടുത്തിട്ടാണ് പിന്നെ ആ ശ്ലോകത്തെ നോക്കുക. അതുകൊണ്ടാണ് ഈ ഇടയിൽ പറയുന്നത്. അങ്ങനെ തോന്നണ്ട എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതില് കേൾക്കുന്ന സമയത്തേ ആ ഒരു വാക്ക് കിട്ടിയാൽ പിന്നെ എനിക്ക് ബാക്കി പറയാം. തുഷ്യന്തി, അത് സംതൃപ്തയാണ്. ഒരു പൂർണ്ണ സംതൃപ്തി നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ഭഗവാൻ. രമന്തി എന്നാണ്. ഈ രണ്ട് വാക്ക് പോരെ, തുഷ്യന്തി രമന്തി. രമന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദിക്കുക, ആസ്വദിക്കുക, സംതൃപ്തരാകുക. ഇത് ഒക്കെ ചാന്നടയിൽ പറഞ്ഞത് അതും കിട്ടും ഇതും കിട്ടും എന്നാ പറയുന്നത്. ഇടക്കിടക്ക് എത്ര ചാ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം അതിനകത്ത്. ബാക്കി പല ശ്ലോകങ്ങളിലും ഇല്ലാത്തതാണ്. ആ എല്ലായിടത്തും ചാന്ന് ചേർത്തിട്ടുണ്ട്. അതിന് കാരണം ആരാണോ മനസ്സ് ഉറച്ചു നിൽക്കുന്നത്, മച്ചിത്ത, മനസ്സ് എന്നിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് മദ്ഗത പ്രാണാഹ, ജീവനും പ്രാണനും സമർപ്പിച്ച ആളെന്നാണ്. ജീവിക്കുമ്പോൾ മാത്രം പോരാ, അന്ധകാലേച്ച എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയല്ലോ. അവസാന കാലത്ത് കൂടി നീ വിചാരിക്കണം. ജീവിക്കുന്ന സമയത്ത് മാത്രം പോരാ, സുഖത്തിൽ മാത്രം പോരാ, ദുഃഖത്തിലും വേണം, എല്ലാത്തിലും വേണം. ബോധയന്ത, അങ്ങനെ ബോധവൽക്കരിച്ച് ജ്ഞാനം പങ്കുവെച്ചിട്ട് പരസ്പരം ഒരു ആള് മറ്റുള്ള ആള് ഒക്കെ ചേർത്ത് കൂട്ടിച്ചേർത്ത് ഒരു സമൂഹം അങ്ങനെ തന്നെ എന്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും കൂടി എന്തു ചെയ്യണം? കഥയെന്താ, സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട്. കൂടെ ആളുണ്ടായാലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സമൂഹത്തിലും വേണമെന്നാണ്. അങ്ങനെ ഒരു കൂട്ടം കൂടണം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയാൽ അടിച്ചു പോകും. അങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും? സംതൃപ്തി കിട്ടും. ഇതില്ലാത്തപ്പോഴാണ് വീട്ടിൽ കലഹം ഉണ്ടാവുന്നത്. ഒരാൾക്ക് ഭക്തി മറ്റാക്കില്ല, വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, നിത്യം എപ്പോഴും വേണം. ഇടക്കിടക്ക് എന്നെ പറ്റി വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒറ്റക്കല്ലാതെ നിങ്ങളെ കുടുംബം പൂർണ്ണമായിട്ട്, നിങ്ങളുടെ കൂട്ടുകാർ പൂർണ്ണമായിട്ട്, അതാണ് സത്സംഗ് എന്നുള്ള വാക്കിനർത്ഥം. അങ്ങനെ കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ സമാജം മൊത്തമായിട്ട് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ? ഞാനുമായിട്ട്, സമാജത്തിൽ അങ്ങനെ അല്ലാത്തവരുണ്ടാവാം, ഞാനുമായിട്ട് കൂട്ടുകൂടുന്നവര്, എനിക്ക് ചർച്ച ചെയ്യാൻ കുറച്ചു പേരെങ്കിലും. ഇപ്പൊ എന്റെ സത്സംഗ് ഉണ്ട് ഗ്രൂപ്പ്, അതിനകത്ത് എല്ലാവരും ഇത് തന്നെയാണ്. ഭക്തിയും ഈ ഡിസ്കഷൻസും അത് മാത്രം കൊണ്ട് ജീവിക്കുന്ന ആൾ. അതിൽ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അതല്ലാത്ത ഒരാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവർ പോവും. ഒന്നുകിൽ അവർ കൺവേർട്ടഡ് ആവും, ഭക്തിയിലും നിത്യഭക്തിയിലും പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ പുറത്താക്കണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്റെ ഗ്രൂപ്പ് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് എന്റെ ഡിസോൾവ് ചെയ്ത് അങ്ങനെ മാത്രമുള്ളവരെ ചേർക്കും. അറിയാണ്ട് പെട്ടുപോകും ചിലരൊക്കെ. അവർക്ക് ഇതിനകത്ത് പെടാൻ പറ്റില്ല. അവർ നമ്മളെ തട്ടിയിടാൻ നോക്കും. ഒന്നുകിൽ ഓടണം കൂടെ. ഈ എല്ലാവരും ഓടുന്ന സമയത്ത് ഒരാൾ നിന്ന് എന്ത് പറ്റും? ബാക്കിയുള്ളവർ തട്ടിയിട്ട് ചിലപ്പോൾ അവർ വീഴും, അല്ലെങ്കിൽ ഇയാളും താഴെ വീഴും. അതിനേക്കാളും ഭേദം എന്താണ്? അവരെ ഒഴിവാക്കുകയാണ്. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്. ഈ സത്സംഗിൽ എല്ലാവരെയും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട. പക്ഷെ ആരാണോ നമ്മുടെ കൂടെ അല്ലാത്തത്. ചോദ്യം ചോദിച്ചോട്ടെ TPC, പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭക്തി മാർഗത്തിൽ ഇരിക്കുന്നവര് എല്ലാവരെയും ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ ആരെയും വിട്ടുകളയാൻ പാടില്ല. ഏത് നമ്മളോട് ചേരാത്ത വ്യക്തിയാണെങ്കിലും അവരോട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഒപ്പം കൂട്ടണം. അതൊരു തെറ്റായ ധാരണയാണ് എന്നുള്ളതാണ് അങ്ങയിൽ നിന്ന് ഇപ്പോ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഭക്തി മാർഗത്തിൽ എല്ലാവരും എത്തും, പക്ഷെ എപ്പെത്തും എന്ന് പറയാൻ പറ്റില്ല.
എപ്പോ എത്തൂല. അതാണ് എപ്പോഴെങ്കിലും എത്തും. പക്ഷെ നമുക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ സമാന ധർമ്മമുള്ളവരെ തന്നെ കൂട്ടണം എന്നുള്ളത് സ്ക്രൂട്ടനൈസ് കൂട്ടണം. ചെയ്യണം. വളരെ പരിശോധിച്ച് തന്നെ സൂക്ഷ്മ പരിശോധനയിലൂടെ തന്നെ നമ്മൾ എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപദ്രവം ഉണ്ടാകുകയും നമ്മളെ തട്ടിയിടുകയും നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നുള്ള ഒരു തത്വം നമ്മളെ കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. അത് പല ഭാവങ്ങളുണ്ട്. ഇപ്പം ഭക്തിഭാവം ഉണ്ടാവാം, ജ്ഞാനഭാവം ഉണ്ടാവാം, സമൂഹധർമ്മം ഉണ്ടാവാം, പഠിപ്പിക്കലും ആവാം. ഓരോരാളുടെയും രംഗങ്ങളും ഭാവങ്ങളും ഒക്കെ വ്യത്യാസം. പക്ഷെ ഇതിലൊക്കെ കുറെ കോമണാലിറ്റി ഉണ്ടാവും. ആ കോമണാലിറ്റി ഷെയർ ചെയ്യാനെങ്കിലും സാധിക്കണം. ആ കോമണാലിറ്റി ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആനന്ദവും ലഹരിയും സംതൃപ്തിയും അതിൽ ലയിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പം നൃത്തം അഭിനയിക്കുന്ന ഒരാൾക്ക് പാട്ടിനെ ഒഴിവാക്കാൻ പറ്റുമോ? പാട്ട് പഠിക്കുന്ന ഒരാൾക്ക് നൃത്തത്തെ ഒഴിവാക്കാൻ പറ്റുമോ? ഇൻസ്ട്രുമെന്റ് ഒഴിവാക്കാൻ പറ്റുമോ? അതൊരു ലയമാണ്. ആ ലയം പോലെയാണ് ഈ ഭക്തിയുടെ വ്യത്യസ്തമായ മാർഗങ്ങൾ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് ഒറ്റക്കുണ്ടായാൽ ജീവിക്കാൻ പറ്റില്ല എന്നാണ്. സമൂഹത്തിലൂടെ, അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും ഭക്തിയുടെ ഭാവം വരുന്ന സമയത്ത് ഭജൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളല്ലല്ലോ, എല്ലാരും കൂടെ ഇരുന്നിട്ടാണ്. അതിൽ പറയാത്തതാണ് ഈ സ്റ്റേജ് പെർഫോമൻസ്. സ്റ്റേജ് പെർഫോമൻസ് ശരിയല്ല എന്നാ ഞാൻ പറയാ. കാരണം അത് നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് വന്നിട്ടാണ്. നമ്മൾ അതിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് അത് ഭക്തിയുടെ ഭാവത്തിലേക്ക് മാറുള്ളൂ. ജ്ഞാനികൾ വേറെയും ഭക്തികൾ വേറെയും പാടില്ല. ജ്ഞാനവും ഭക്തിയും കൂട്ടിച്ചേർന്ന് വരുമ്പോഴേ ആരാധനയായിട്ട് മാറുള്ളൂ. അത് ആരാധനയാക്കണമെങ്കിൽ ഈ ഭക്തി ജ്ഞാനികളിലേക്കും ജ്ഞാനം ഭക്തി ചേർന്നിട്ടും ഉണ്ടാക്കാൻ സാധിക്കണം. അത് ഒരു സംഗമമായി മാറുമ്പോൾ ഉറപ്പായിട്ടും സത്സംഗം ഉണ്ടാവും. അതുകൊണ്ടാണ് മച്ചിത്താഹ, എൻ്റെ ഭഗവാനില്, അത് ലോകത്തിൽ ജീവിക്കുന്ന ഓരോ കർമ്മം ചെയ്യുന്ന ഓരോ വ്യക്തികളിലെയും ഓരോരാളെയും മത് ഗത പ്രാണാഹ എന്നാണ്. ഏത് ഭഗവാനിലാണോ നമ്മൾ ജീവിതം പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നത്, ഭക്തിയുടെ അവസ്ഥയിൽ നമ്മൾ ജീവൻ തന്നെ അർപ്പിക്കുകയാണ്. അത് ചെയ്യുന്ന സമയത്ത് ലക്ഷ്യങ്ങളും പ്രവൃത്തിയും ജീവിതശൈലിയും ജീവിത മാർഗവും ദിശയും ഒക്കെ ഭഗവാനിൽ അർപ്പിക്കുകയാണ്. അത് ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ കേട്ടോ, അത് മനസ്സിലാക്കണം ശരിക്കും. നമ്മുടെ കർമ്മത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്ന സമയത്ത് ബോധയന്തഃ പരസ്പരം ജ്ഞാനം പങ്കുവെക്കും. കാരണം ഞാൻ ചെയ്യുന്ന വർക്കിന് പഠിക്കാനുണ്ടാവും, പഠിപ്പിക്കാനുണ്ടാവും, പങ്കുവെക്കും. ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ കൂട്ടുകൂടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. ഞാൻ മറ്റുള്ളവരുടെ പ്രചോദനം ഉൾക്കൊള്ളും. അങ്ങനെ കഥയന്തശ്ച മാം നിത്യം. അങ്ങനെ വരുമ്പോ നമ്മൾ സംസാരിക്കുന്ന ഒരേ ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ കർമ്മത്തെക്കുറിച്ചും, അത് ഗീതയാവാം, രാമായണമാവാം, ഭാഗവതമാവാം, എന്റെ ധർമ്മം മാത്രമാവാം, ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ധർമ്മമാവാം, സേവനമാവാം, എന്റെ ജീവിത പാഠങ്ങളാവാം. ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തും. കേൾക്കുന്നവർക്കും ആനന്ദം കിട്ടും, സംതൃപ്തിയും കിട്ടും. അവര് സംതൃപ്തരാവുകയാണ് വേണ്ടതെന്നാണ്. താൽക്കാലിക സംതൃപ്തി അല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ആന്തരികമായ ആഴത്തിലുള്ള ഒരു സംതൃപ്തി വേണ്ടത്. അതിനാണ് രമന്തി, ആനന്ദിക്കുന്നത്. അത് ആത്മാനന്ദമാണ്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചാഞ്ചാട്ടല്ല. അത് സത്സംഗത്തിൽ ഉണ്ടാവേണ്ടതാണ്. പരസ്പരം കൂട്ടിച്ചേർന്ന്, പരസ്പരം പഠിച്ച്, പരസ്പരം ആത്മീയമായി, സത്സംഗത്തിൽ നിന്ന് ജ്ഞാനം, ജ്ഞാനത്തിൽ നിന്ന് ഭക്തി, ഭക്തിയിൽ നിന്ന് ആനന്ദം. ഇതാണ് ആ ക്രമം. ആ ക്രമത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ഈ ലൗകികമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വളരെ താഴേക്ക് പോവുക മനുഷ്യന്മാര്. ദൈവികമായ വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ച് പറഞ്ഞ് അതിൽ തത്വജ്ഞാനങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ തന്നെ ഉയർന്നു പോകും. അതാണ് ഭഗവാനെ സ്മരിക്കുമ്പോഴും ജ്ഞാനം പങ്കിടുമ്പോഴും ആനന്ദം എന്ന് പറയുന്ന ലെവല്. അത് തമാശ ചിരിയല്ല. ഇപ്പോഴൊക്കെ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് ആനന്ദത്തിന്റെ, ബ്ലിസ് എന്ന് പറയുന്നതും ഹാപ്പിനെസ്സും വ്യത്യാസമുണ്ട്. ഇവിടെ ബ്ലിസ് ആണ്, ബി ബ്ലിസ്ഫുൾ. അതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഈ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തില് നമ്മളൊക്കെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ കൊളാബറേറ്റീവ് ലേണിംഗ് വേണമെന്നാ പറയാം. എഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ലേണിംഗ്. എഫക്റ്റീവ് ആണെന്നും അഫക്റ്റീവ് ആണെന്ന് പറയാം. അതുപോലെ മനസ്സിൽ നമുക്ക് കിട്ടുന്ന സംവാദത്തിലൂടെ, സത്സംഗിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു പരമാനന്ദം. ആ ആനന്ദം ഇവിടെ ഭഗവാൻ പറഞ്ഞു തരാണ്. മച്ചിത്ത മത് ഗതപ്രാണാഹ ബോധയന്തഃ പരസ്പരം. ഇതിനപ്പുറം എന്താ പറയേണ്ടത് ഭഗവാൻ? വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ശ്ലോകം എന്ന് പറയാൻ വേണമെങ്കിൽ.
എന്തായാലും വിഭൂതി യോഗത്തിലെ 9ാമത്തെ ശ്ലോകം ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിൽ വിവരിച്ചു കഴിഞ്ഞു. എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് ചിന്തയിലെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം സമർപ്പിച്ചിരിക്കുന്നവന് എല്ലായ്പ്പോഴും സന്തോഷമാണ്. നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും ഭഗവാൻ ആ സന്തോഷം നമുക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മൾ അത് ബുദ്ധിയിലൂടെയാണ് എത്തിച്ചേരുന്നത്, ജ്ഞാനത്തിലൂടെയാണ് ആ ഭക്തിയിൽ എത്തുന്നത്. അത് അങ്ങനെ ഭക്തിയും ജ്ഞാനവും ഒഴുകുന്ന ഒരു ഗുരുവിനെ നമുക്ക് കിട്ടിയത് തന്നെ ഭഗവത് കൃപ കൊണ്ടാണ്. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആർക്കാണ് ഇത് പറഞ്ഞു തരാനുള്ള ബുദ്ധി കൊടുക്കുന്നത് എന്നുള്ളത്. അത് നമ്മുടെ ഗുരുനാഥനെയും കൂടി ഉൾപ്പെടുത്തി തന്നെയാണ്. അടുത്തത് ഭഗവത്ഗീത വിഭൂതി യോഗം 10ാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം, അത്തരം ഭക്തർക്ക്, ആർക്കൊക്കെ? സതയുക്താനാം, എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക്. സതതയുക്താനാം, ആരാണോ എൻ്റെ അടുത്ത്, ഭജതാം, ഭക്തിയോടുകൂടി എന്നെ ആരാധിക്കുന്നവര്, പ്രീതിപൂർവകം, സ്നേഹപൂർവമായിട്ടുള്ള, പ്രേമത്തോടെ, പ്രീതി എന്ന് പറഞ്ഞ പ്രേമം, സ്നേഹം എന്നൊക്കെയല്ലേ നമ്മൾ പറയാം, അങ്ങനെ പ്രീതിപൂർവകമായിട്ടും ഫുള്ളായിട്ടും, ദാതാമി, ഞാൻ നൽകുന്നു, എല്ലാവർക്കും ഞാൻ കൊടുക്കാം. ബുദ്ധിയോഗം, ദിവ്യ ബുദ്ധി കൊടുക്കാന്നാണ്. വിവേകം കൊടുക്കാം, വിവേചന ബുദ്ധി കൊടുക്കാം, ഒരു ദിശ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ആത്മീയജ്ഞാനം കൊടുക്കാം. തം ഏന, അതിലൂടെ, എന്നെ ഉപയാന്തി, പ്രാപിക്കാൻ സാധിക്കും, എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ്. അത്തരം ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് കിട്ടുമ്പോൾ ബുദ്ധിയോഗം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാറ്റിന്റെയും ഉറവിടം ഞാനാണെന്ന് മനസ്സിലാക്കി ഭക്തര് പൂർണ്ണമായിട്ടും കൂടിച്ചേരുമ്പോൾ, ചിന്തിക്കുകയും സംസാരിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ, അത്തരം ഭക്തന്മാര് വെറുതെ വിടില്ല ഞാൻ എന്നാണ് പറയുന്നത്. അത് വെറുതെ വിടില്ല. ഞാൻ എന്നെ അവരുടെ വഴികാട്ടിയായി മാറി അവരെ എൻ്റെ വഴിയിലൂടെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളുന്നു. ഇത് വലിയൊരു ബുദ്ധിയോഗമാണ്. നമ്മൾ ഭക്തിയോഗം എന്നൊക്കെ, ഇത് ബുദ്ധിയോഗമാണ്. ബുദ്ധിയോഗം വെറും ബുദ്ധിയോ ശക്തിയോ അല്ല. ശരിയായ തിരിച്ചറിവ്, വിവേകമുണ്ടാവുന്ന, ആത്മീയ ദിശാബോധമുണ്ടാവുന്ന എനിക്ക് അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് അറിയില്ല കേട്ടോ, ബുദ്ധിയോഗം എന്നൊക്കെ. ഞാൻ പറയാം, ഞാനല്ല പറഞ്ഞു പോയത്, അറിയാം. അത് ഒരു അന്തർനേതൃത്വം എന്നൊക്കെ പറയില്ലേ. ദൈവപ്രാപ്തി കിട്ടണമെങ്കിൽ ഒരു അന്തർ നേതൃത്വം വേണം, ഉള്ളിൽ നിന്നുള്ളൊരു നേതൃത്വം വേണം. ആ നേതൃത്വം ഉണ്ടാവണമെങ്കിൽ ഭക്തി വേണം. അപ്പൊ ഭക്തിക്ക് ശേഷം വരുന്ന, ആഴത്തിലുള്ള ഭക്തിക്ക് ശേഷം വരുന്ന ദിവ്യമായ ഒരു ജ്ഞാനമുണ്ട്. അത് ഭക്തി ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന, ജ്ഞാനം ഭക്തിയിലേക്ക് നയിക്കുന്ന, അത് ആര് തരുന്നതാണ്? ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നൊന്നും അല്ലത്. ദദാമി, ഞാൻ നൽകുന്നു എന്ന് ഭഗവാൻ പറയാണ്. അങ്ങനെ ഞാൻ നൽകിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല, വന്നോളും. സ്വന്തമായി കണ്ടെത്തണം എന്നൊക്കെയാണ് ഭഗവാൻ പറയുന്നത്. സ്വന്തമായി കണ്ടെത്തണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, സ്വന്തമായി കണ്ടെത്താൻ പറ്റൂല. അതൊരു രൂപം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങനെ ആയി പോവാണ്. അങ്ങനെ ഭക്തിയില്, ഭക്തന്റെ ജീവിതത്തില് സംഭവിച്ചു പോകുന്ന ചില സംഭവങ്ങളാണ്. അറിയാതെ ശരിയായ സമയത്ത്, നേരത്തെ ചോദിച്ചല്ലോ എല്ലാരെയും മാറ്റണമെന്ന്, വേണ്ട. ശരിയായ സമയത്ത് ശരിയായ പുസ്തകം കയ്യിൽ വരും, ശരിയായ സമയത്ത് ശരിയായ ആള് എത്തും മുന്നിൽ. നമ്മൾ പറയാറില്ലേ, ഗുരുവിനെ തപ്പി നടക്കേണ്ട കാര്യമില്ല, കറക്റ്റ് ആയിട്ട് സമയത്ത് വരും എന്നൊക്കെ പറയുന്നത്. ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കും, ആ സമയത്തേ അത് വരുള്ളൂ. അതിനുള്ള പ്രചോദനം ശരിക്കും വരും. ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ കാര്യമൊന്നുമില്ല അവിടെ. കാരണം ഇവിടെ ബുദ്ധിയോഗമാണ് പറയുന്നത്. അതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കർമ്മം മാത്രം ചെയ്താൽ മതി എന്നാണ്. സതതയുക്താനാം എന്നാണ്. സ്ഥിരമായിട്ട് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവും നമുക്ക്, നിരന്തര സ്മരണ ഉണ്ടാവും എന്നർത്ഥം. ഇടക്കുള്ള ഭക്തിയല്ല, ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച എന്നല്ല. പ്രീതിപൂർവകം. എങ്ങനെയുള്ളതാണ്? ഭയം കൊണ്ടല്ല, ഭയപ്പെടുത്തിയിട്ടുമല്ല, സ്നേഹം കൊണ്ടാണ്, പ്രീതിയോടുകൂടിയാണ്. വലിയ വാക്കുകളാണ് കേട്ടോ അത്. ഇത് അങ്ങനെ കാണുമ്പോഴേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. ഒന്ന് പ്രീതിപൂർവകമാണ്, ഒന്ന് സതതയുക്താനം എന്നാണ്. സ്ഥിരമായിട്ടുള്ളതാണ്, ഇടക്കിടക്ക് തോന്നുന്നതല്ല എന്നർത്ഥം. അങ്ങനെ ഭക്തൻ ഭഗവാനെ തേടുമ്പോൾ ഭഗവാൻ ഭക്തനെ തേടി വരുന്നു. ഭഗവാൻ ഭക്തനെ തേടും. നമ്മൾ ഭഗവാനെ തേടുമ്പോൾ ഭക്തൻ ഒരു പടി മുന്നോട്ട് വെക്കുമ്പോൾ ഭഗവാൻ അനേകം പടികൾ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കും. അങ്ങനെ ആഴത്തിലുള്ള ഒരു അർത്ഥം ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കാണുമ്പോൾ, ദൈവപ്രാപ്തി എന്ന് പറയുന്നത് മനുഷ്യ ശ്രമം മാത്രമല്ല,
എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് എന്താ വേണ്ടത്? ദൈവകൃപ വേണം. നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായാൽ മതി. അതുണ്ടാവുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു യോഗമാണ് ബുദ്ധിയോഗം. ആ ബുദ്ധിയോഗം ഭഗവാന്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ ധ്യാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ധ്യാന ചിന്ത വരും. പ്രഭോ, എനിക്കിത് വെറും വിജയമല്ല, ശരിയായ വഴിയുടെ തിരിച്ചറിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ബോധമാണ്, എൻ്റെ യോഗമാണ് എന്നൊക്കെ നമ്മൾ ഭഗവാനോട് പറയും. ആ പറയുന്ന സമയത്ത് നമുക്ക് ഒരു സ്നേഹപൂർവമായിട്ട് ഭഗവാനോട് സംവദിക്കാനും സംസാരിക്കാനും ഭജിക്കാനും ഒക്കെ സാധിക്കും. മീരക്കൊക്കെ അതാ ഉണ്ടായത്. മീരയുടെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. അർജുനന്റെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? അത്തരത്തിലുള്ളൊരു ഭക്തിയാണ്. ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടല്ല കാണാൻ പറ്റുക. അതൊക്കെ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് ആ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്. ആ എക്സാമ്പിൾ കാണുമ്പോൾ ഞാൻ ഏത് വിധത്തിലാണ് ഭഗവാൻ എടുത്തത്? യശോദക്കുള്ളത് അല്ലല്ലോ മീരക്കുള്ളത്, അതല്ലല്ലോ രാധക്കുള്ളത്, അതല്ലല്ലോ ഭീഷ്മർക്കുള്ളത്, അതല്ലല്ലോ അർജുനനുള്ളത്. ഇതിൽ ഞാൻ ഏത് വേഷം കെട്ടണമെന്ന് എനിക്ക് തീരുമാനിക്കാം. എൻ്റെ പ്രായം, എൻ്റെ അറിവ്, എൻ്റെ ബുദ്ധി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഏത് തരത്തിലാണ് ഭഗവാനെ സ്മരിക്കേണ്ടത് എന്ന് എൻ്റെ ബുദ്ധിയോഗം കൊണ്ട്, എൻ്റെ വിവേകം കൊണ്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കുന്ന മാർഗങ്ങള് ഞാൻ തേടും, തിരിച്ചറിയും. ആ മാർഗത്തിലൂടെ ഭഗവാൻ എന്നെ ഇഷ്ടമായി വിചാരിക്കൂ, എങ്കിലേ ആ മാർഗത്തിൽ എന്നെ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നീ പോടാന്ന് പറയും. എന്നിട്ട് തിരിച്ച് ഈ വഴി പോകണം. ഓരോ ട്രയൽ എടുത്ത് നോക്കണം. ഏത് വഴിയെ പോയാൽ എത്തുക നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പൊ രാധ പോയ വഴിയിലൂടെ രാധക്ക് മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. മീര പോയ വഴിയിൽ മീരക്കേ പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ദൈവപ്രാപ്തി നേടുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ശ്രമമുണ്ട്. ആ ഭാഗം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കണം. അത് ട്രാപ്പിൽ വീണ പോലെയാണ്. ഒരു 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 ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷനാണ്. അങ്ങനെ അടുക്കലേക്ക് നയിക്കുന്ന ഒരു മാർഗം നമുക്കുണ്ടാവാം. അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് നമ്മുടെയൊക്കെ യോഗം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ട് 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 10-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സാറിന്റെ അനുഗ്രഹത്തോടുകൂടി ബുദ്ധിയോഗം എന്നുള്ളതിന് ഇത്രയും വലിയൊരു വിവരണം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും എന്റെയും മനസ്സിൽ അത് എക്കാലത്തേക്കും പതിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ബുദ്ധി ഭഗവാനാണ് പിന്നീട് നയിക്കുന്നത്. നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം ആ പാദങ്ങളിൽ സമർപ്പിച്ച് നീ തന്നെയാണ് നമ്മുടെ മുന്നിലെത്ത്. അങ്ങ് നേരത്തെ പറഞ്ഞു ഗുരു മുന്നിലെത്ത്. അത് കൃത്യമായിട്ട് നമ്മുടെ അനുഭവങ്ങളിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഗുരു നമ്മളെ തേടി തന്നെ ഭഗവാൻ എത്തിക്കുന്നതാണ്. പുസ്തകം നമുക്ക് മുന്നിലെത്തും. അനുഭവങ്ങള് മോശമായതായാലും നല്ലതായാലും അത് നമ്മളെ രക്ഷിക്കാൻ തന്നെയാണ് മുന്നിലെത്തുന്നത്. ചിലപ്പോൾ ശത്രുവായിട്ട് മുന്നിലെത്തുന്നതും മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു നിയോഗമായിരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ നയിക്കുന്നതും ഭഗവാൻ നമ്മളെ നിയന്ത്രിക്കുന്നതും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഭഗവാന്റെ വിഭൂതി യോഗം അടുത്ത ശ്ലോകങ്ങളിലൂടെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ. ഇത്രയും മനോഹരമായിട്ട് ഈ ജ്ഞാനം ഞങ്ങൾക്ക് നൽകിയ ഗുരുനാഥന് പാദ നമസ്കാരങ്ങൾ. ശ്രീ കൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.